ദൈവത്തിന് ചിന്തിക്കാൻ കൊടുക്കുക. നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിച്ചോളൂ. നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തിന് എങ്ങനെയാണ് ദൈവം ഉൾക്കൊള്ളുന്നൊരു പാത്രമായി ഞാൻ എങ്ങനെ മാറണമെന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി ദൈവം എന്താ എൻ്റെ ജീവിതത്തിൽ ചെയ്യണത്? പ്രസാദവരം ലഭിക്കാൻ വേണ്ടി പ്രശ്നങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പറവോൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കും. പറവന് 9 ധ്യാനമാണ് കൊടുത്തത്. ആ പന്നി ഒന്നും മനസ്സാക്കിയില്ല. 9 പ്രാവശ്യം ധ്യാനിപ്പിച്ച് മോസസ് പോയിട്ട് വടിയൊക്കെ പിടിച്ച് ധ്യാനിപ്പിച്ചത്. ഏറ്റവും വലിയ ധ്യാനഗുരുവാണ് മോസസ്. 9 പ്രാവശ്യമാണ് ധ്യാനിപ്പിച്ചത്, ഒന്നും ഏറ്റില്ല. അവൻ കഠിനമായി. അവൻ വെള്ളത്തിൽ മുങ്ങി ചത്ത്. അവൻ്റെ ആൾക്കാരും. മോസസ് അതിനെക്കുറിച്ച് വേറെ സങ്കീർത്തനം എഴുതി. കാര്യം ഞാൻ 9 പ്രാവശ്യം ധ്യാനിപ്പിച്ചവനാണ്. അവൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവം കഠിനമാക്കുമ്പോൾ ഓർക്കുക, കൈവിട്ട കളിയാണത്, സൂത്രമാണ്. നിങ്ങൾക്കത് അനുദപിക്കാൻ പറ്റണില്ല, തെറ്റായ തീരുമാനത്തെ പിന്മാറാൻ പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്മാറാൻ പറ്റുന്നില്ല എന്നല്ല, ദൈവം കൈവിട്ടോ എന്ന് നിങ്ങൾ അനുദപിച്ച് നോക്കണം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അനുദപിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മോസസ് ഇതൊക്കെ പഠിച്ചപ്പോൾ മോസസ് എഴുതിയ പുസ്തകം തന്നെ നിയമാവർത്തനം. മോസസ് ഇത് പഠിച്ചില്ലേ? എന്താ കാര്യം? സൗമ്യതയുടെ അടിസ്ഥാനം എന്താണ്? അതെന്താണ്? ദൈവം ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും വെളിപ്പെടുത്തി. ഇപ്പം എന്തിനു വേണ്ടിയാണ് ഒരു ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ്? ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, മാതാപിതാക്കന്മാരോട് പലരോടും എൻ്റെ അടുത്ത് വരും പറയുന്നു, മക്കളെ അവൻ്റെ സ്വഭാവം കുറച്ചു കാലം കൂടി ഇങ്ങനെ ഉണ്ടാകും, നിൻ്റെ പ്രാർത്ഥന കുറച്ചു കാലം കൂടി നീ തുടരണം. കാര്യം എന്താണെന്നറിയാമോ? നിൻ്റെ രക്ഷ നിൻ്റെ മക്കളിൽ നിന്നാണ്. പല മാതാപിതാക്കന്മാരും പ്രാർത്ഥന കിട്ടിയിരിക്കുന്നതും പ്രാർത്ഥിക്കാൻ പഠിച്ചതും മക്കൾ പോക്രികളായതുകൊണ്ടാണ്, സ്വാനിവാസികളായതുകൊണ്ടാണ്. ഇപ്പം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലേ നമ്മൾ വിശുദ്ധരായത്. അതായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി. അതായത് നമ്മളുടെ ചില സാഹചര്യങ്ങൾ, നിങ്ങൾ നാത്തൂനായാലും അയൽവാസിയായാലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചിന്തിക്കണത്. നിങ്ങൾ ചിന്തിക്കണ കാര്യങ്ങളൊന്നും നേരെ കടകവിരുദ്ധമായിരിക്കും അവർ ചിന്തിക്കണത്. നിങ്ങൾ നന്മയായിട്ട് വേണ്ടി ചിന്തിക്കും, അവരതിൻ്റെ തിന്മ കണ്ടെത്തും അതിൻ്റെ അകത്ത്. അപ്പോൾ ദൈവമേ ഇതൊക്കെ ഇത്രയും ജാതികൾ ഭൂമിയിലുണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് തലയെ പിടിച്ച് നിങ്ങൾ തന്നെത്താൻ പ്രാഗിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വഴി ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുകയാണ്. അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 1 കൊരിന്തോസ് 7:14 എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ എപ്പോഴും വിശുദ്ധീകരിക്കപ്പെടുന്ന അവിശ്വാസികളെ കൊണ്ടാണ്. ദൈവത്തെ വിശ്വസിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും കൊണ്ട് അവർ കാണിക്കുന്ന കാട്ടായം കോപ്രായം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ വിശുദ്ധീകരിക്കണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ? സൗമ്യത ഉണ്ടാകണം, സത്യം അറിയണം. സത്യം നിങ്ങളെ സ്വതന്ത്ര അവിശ്വാസികളെ, ആ വീട്ടിൽ തന്നെയുള്ള അവിശ്വാസികളായ അയൽവാസികളായ അവിശ്വാസികളായ നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവുന്ന സെന്റ് പോൾ പറയുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ പലപ്പോഴും നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇല്ലാതെ അവിശ്വാസത്തിൻ്റെ അക്ഷരങ്ങൾ കാണിക്കുന്നവരാണ്. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യണത് എന്താണ്? അവർ ദൈവത്തെ അറിയാൻ ഇടയാക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായ? അവർ മാനസാന്തരപ്പെടുക എന്നുള്ളതല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുക എന്നല്ല. പണ്ടൊരു കൂട്ടുകാരൻ എന്നോട് പറയുമായിരുന്നു, എൻ്റെ അച്ഛാ ലോകം അവസാനിക്കണം, ഞാനൊരു വേലനും മാത്രമാണോ എന്ന്. തമാശ പറഞ്ഞാണ്. ലോകം അവസാനിക്കണം, ഞാനൊരു വേലനും